Very good morning to all. So, ഇന്ന് നമ്മൾ user defined data typesന്റെ class 4th class ആണ്. So, in this class I will be discussing to you about a concept called as union, which is also a user defined data type which is used in C. എന്താണെന്ന് നോക്കാം. Union in the പറയുന്നത് is also a user defined data type, just like our type def for a enum or structure. And union is somewhat similar to that of structure, not exactly the same, but somewhat similar to that of a structure. First one, it also allows to store different data types in same memory location. The concept of unions is actually borrowed from structures, and hence this follows the same syntax. അതായത് യൂണിയന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ നിന്നും തന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സിന്റാക്സുകളെല്ലാം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെ മെമ്പർ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതിന്റെ അങ്ങനെയുള്ള ബേസിക് സിന്റാക്സുകളെല്ലാം ഈ സ്ട്രക്ചറുമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ്. അടുത്തതായി, just like a structure, ഒരു യൂണിയനിലും ഒത്തിരി മെമ്പർ ഫംഗ്ഷൻസിന് അല്ലെങ്കിൽ ഒത്തിരി മെമ്പർ വേരിയബിൾസിന്, നോട്ട് മെമ്പർ ഫംഗ്ഷൻസ്, മെമ്പർ വേരിയബിൾസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓൺലി ഡിഫറൻസ് ഈസ് ഒരൊറ്റ മെമ്പർ വാല്യൂവിന് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എ യൂണിയൻ ക്യാൻ ബി ഡിഫൈൻഡ് വിത്ത് മെനി മെമ്പേഴ്സ്, സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രക്ചർ, but the difference is only one member can contain the value at a given time. എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് വരുന്ന എക്സാമ്പിൾസ് വെച്ച്, അടുത്ത സ്ലൈഡ്സിലുള്ള എക്സാമ്പിൾസ് വെച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എൻ എഫിഷ്യന്റ് വേ ഓഫ് യൂസിങ് സെയിം മെമ്മറി ലൊക്കേഷൻ ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. അതായത് ഒരേ മെമ്മറി ലൊക്കേഷൻ, ഒരേ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ പല പർപ്പസിന് പല ടൈപ്പ് ഓഫ് വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേസസിൽ യൂണിയൻസ് വിൽ ബി very much handy in nature. Now let's see the declaration. Syntax is union, then union tag or union name. Member definitions one by one ആയിട്ട് പോവുക, then close the bracket and one or more union variables. The declaration is same as that of structure. Example, union item. Here item is a union and member variables are int a, float b and char c, and I am defining a union variable as code. So നമുക്ക് ഇതൊരു സ്ട്രക്ചർ ആയിരുന്നെങ്കിൽ struct item int a, float b, char c and at the end code will be the structure variable and item will be the user defined structure. ഇവിടെ similar ആണ്. Item is a union or item this is a user defined data type of type union item, and a, b and c are the member variables, and the union variable that is defined as code. അതായത് code എന്ന് പറയുന്ന യൂണിയൻ വേരിയബിൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ലൈക്ക് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ എ സ്ട്രക്ചർ. സോ ഹിയർ വേരിയബിൾ കോഡ് ഈസ് ഓഫ് ടൈപ്പ് യൂണിയൻ item. Okay, basically ഏറെക്കുറെ സ്ട്രക്ചേഴ്സിന്റെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെയാണ് മെമ്മറി അലൊക്കേഷൻ എന്ന് നോക്കാം. ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് വൺ ഓർ മോർ മെമ്പർ ഫങ്ഷൻസ്, സ്ട്രക്ചറിൽ എല്ലാ മെമ്പർ ഫങ്ഷനും ആവശ്യമുള്ള സ്പേസ് അലൊക്കേഷൻ നടന്നിരിക്കും. പക്ഷേ in case of a union, the space allocation will be in such a way that it will be enough to store the largest number. അതാണ് വ്യത്യാസം. സ്ട്രക്ചറിൽ ഇപ്പം നിങ്ങൾക്ക് സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുകയാണ് വിത്ത് 3 or 4 മെമ്പർ ഫംഗ്ഷൻസ്, വിത്ത് നമ്മൾ 3 മെമ്പർ ഫംഗ്ഷൻസ് എന്ന് നോക്കാം, ജസ്റ്റ് ലൈക്ക് അവർ int a, float b and char c. സോ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ എ, ബി, സി ഈ 3 വേരിയബിൾസിന്റെയും ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള എന്താണ് മെമ്മറി സ്ട്രക്ചറിൽ അലൊക്കേറ്റ് ചെയ്യും. പക്ഷേ സെയിം സംഗതി യൂണിയൻ ആയിട്ടാണ്
നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സ്പേസ് അലൊക്കേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സ്പേസ് വിൽ ബി അലൊക്കേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബി അലൊക്കേറ്റഡ് ടു സ്റ്റോർ ദി ലാർജസ്റ്റ് നമ്പർ. അതായത് ഈ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മെമ്പറിന് സ്റ്റോർ ചെയ്യാൻ എത്ര സ്പേസ് ആണോ ആവശ്യം അത്രയും സ്പേസ് മാത്രമേ അലൊക്കേറ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് കൺവെൻഷണൽ കമ്പൈലറിന്റെ മെത്തേഡിലേക്ക് തന്നെ പോവാം. ഇന്റ് 2 bytes, float 4 bytes, character 1 byte. If this is a structure, 2 plus 4 plus 1 will be 6 plus 1 7. പിന്നെ ഒരു അഡീഷണൽ പാഡിംഗ് ബൈറ്റും കൂടെ ചേർത്ത് ഒരു 7 അല്ലെങ്കിൽ 8 ബൈറ്റ്സ് ആയിരിക്കും സ്ട്രക്ചർ ആയിട്ട് ഈ ഐറ്റം എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലൊക്കേഷൻ വരുന്നത്. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് യൂണിയൻ, ഇതിൽ ഏറ്റവും വലിയ മെമ്പർ ഏതാണെന്ന് നോക്കും. ഇന്റിന് 2 bytes മതി, ഫ്ലോട്ടിന് 4 വേണം, ക്യാറിന് 1 byte. സോ ദാറ്റ് മീൻസ് ഏറ്റവും ലാർജസ്റ്റ് മെമ്പർ വിൽ ബി സൈസ് അലൊക്കേഷൻ ഹാസ് ടു ബി ഡൺ ടു ഫ്ലോട്ട്. അത് 4 byte ആണ്. സോ ഈ യൂണിയന് നമുക്ക് കമ്പൈലർ 4 bytes ഓഫ് മെമ്മറി ലൊക്കേഷൻ മാത്രമേ അലൊക്കേറ്റ് ചെയ്യുള്ളൂ. സ്ട്രക്ചർ ആണെങ്കിൽ 2 plus 4 plus 1 plus 1 padding byte depending upon the compiler, which will be 8 bytes ആയിരിക്കും അലൊക്കേറ്റ് ചെയ്യുന്നത്. വേറെ യൂണിയൻ ആകുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ മെമ്പറിന് എത്ര സ്പേസ് വേണം, അതായത് ഏറ്റവും കൂടുതൽ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന മെമ്പറിന് ആവശ്യമായ സ്പേസ് മാത്രമേ അലൊക്കേറ്റ് ചെയ്തുള്ളൂ. സോ ഇൻ ദിസ് കേസ് ഇറ്റ് വിൽ ബി 4 bytes. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. Let us consider the same example: union item int a, float b, char c and the union member as code. So ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. സെയിം ഐറ്റംസ് ആർ ഡിഫൈൻഡ്. ഓക്കെ, ഞാനിവിടെ ഇനിഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന സ്ലൈഡിൽ പറയാം. തൽക്കാലം അതിങ്ങനെ കിടക്കട്ടെ. ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കോഡാണ് നമ്മുടെ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം നമുക്ക് ഇതങ്ങ് റിമൂവ് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. കോഡ്, ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഫൈൻ. സോ കോഡാണ് നമ്മുടെ യൂണിയൻ വേരിയബിൾ. കോഡ് യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ ആക്സസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് കോഡ് ഡോട്ട് എ, ബി എ ആണെങ്കിൽ കോഡ് ഡോട്ട് ബി, സി എ ആണെങ്കിൽ കോഡ് ഡോട്ട് സി. ഇനി നമുക്ക് നോക്കാം, ഈ കോഡ് ഡോട്ട് എക്കും കോഡ് ഡോട്ട് ബിക്കും കോഡ് ഡോട്ട് സിക്കും എന്ത് അഡ്രസ് ലൊക്കേഷൻ ആണ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനുള്ളൊരു പ്രോഗ്രാമാണ്. അഡ്രസ് ഓഫ് എ ഈസ് ആംപർസാൻഡ് കോഡ് ഡോട്ട് എ, അഡ്രസ് ഓഫ് കോഡ് ഡോട്ട് ബി ഈസ് ആംപർസാൻഡ് കോഡ് ഡോട്ട് ബി, അഡ്രസ് ഓഫ് കോഡ് ഡോട്ട് സി ഈസ് ആംപർസാൻഡ് കോഡ് ഡോട്ട് സി. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രിന്റ് ചെയ്യുകയാണ്. ലെറ്റ് സി വാട്ട് ദ റിസൾട്ട് ഈസ്. കമ്പൈൽ ആൻഡ് റൺ. സി, address of code.a is 642220. Address of code.b is also 642220. Address of code.c is 642220. So അതായത് എ ബി സി ഈ 3 മെമ്പർ ഫംഗ്ഷൻസിനും ഒരേ മെമ്മറി ലൊക്കേഷൻ, ഒരേ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ ആണ് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ്. ഇനി നമുക്ക് പഴയതിലേക്ക് പോവാം. Union space allocation will be in such a way that space will be allocated to store the largest member. Space will be sufficient to store the largest member, and allocation will be somewhat like this. So if you are going to access A, then you can store A in 642220 and 642221. A 2 byte ഉള്ള ഇൻറ്റിജർ ആയതുകൊണ്ട് ഈ 2 bytes യൂസ് ചെയ്ത് A സ്റ്റോർ ചെയ്യാം. ഇനി if you are accessing B, then allocation will be from 642220 to 642223. അത്രയും മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും, അലൊക്കേഷൻ അല്ല, അത്രയും മെമ്മറി ലൊക്കേഷൻസ് ആയിരിക്കും B സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. If you are accessing C, സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്പർ ഫംഗ്ഷൻ, മെമ്പർ വേരിയബിൾ എന്നുണ്ടെങ്കിൽ only 1 byte will be allocated, that is 642220. See, the thing you need to understand is
ഞാൻ ഈ പറഞ്ഞതുപോലെ 3 മെമ്പർ ഫങ്ഷൻസ് ഉണ്ടെങ്കിലും മൂന്ന് മെമ്പർ വേരിയബിൾസ് ഉണ്ടെങ്കിലും മൂന്നിന്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ് ലൊക്കേഷൻ സെയിം ആയിരിക്കും. സ്റ്റാർട്ടിംഗ് അഡ്രസ് ലൊക്കേഷൻ സെയിം ആണ്, 2222 ആണ്. ഇന്റിജർ ആണെങ്കിൽ 220 and 221 will have to be allocated. ഫ്ലോട്ട് ആണെങ്കിൽ 20, 21, 22, 23 has to be allocated. Char ആണെങ്കിൽ only 20 needs to be allocated. So ഇവിടെ ഈ യൂണിയൻ ഐറ്റം എന്ന് പറയുന്ന യൂണിയൻ വേണ്ടിയിട്ട് കമ്പൈലർ അലക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ വിൽ ബി ഫ്രം 642220 to 642223. ഇനി അതിൽ എങ്ങനെ ലൊക്കേഷൻ എങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന വെച്ചാൽ, ഇഫ് യു ആർ സ്റ്റോറിംഗ് ആൻ ഇന്റിജർ then 2 bytes will be used. If you are storing a floating point then 4 bytes will be used. If you are storing a character then 1 byte will be used. ഈ രീതിയിലായിരിക്കും മെമ്മറി അലൊക്കേഷനും ഡേറ്റ സ്റ്റോറിങ്ങും ഒരു യൂണിയന്റെ കേസിൽ നടക്കുന്നത്. ദിസ് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ഇപ്പോൾ ഇത് ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ A 2 bytes, B 4 bytes, C 1 byte. 2 plus 4 6 plus 1 7. പിന്നെ ഒരു പാഡിംഗ് ബൈറ്റ് വല്ലതും അഡീഷണൽ ആയിട്ട് കയറ്റും. So that will be 8 bytes. Totally 8 bytes will be allocated if this is a structure. But since this is a union, ലാർജസ്റ്റ് മെമ്പറിന് എത്ര ബൈറ്റ്സ് ആണോ വേണ്ടത് അത്രയും മാത്രമേ അലക്കേറ്റ് ചെയ്യത്തുള്ളൂ. സോ ലാർജസ്റ്റ് മെമ്പർ among this is float. So only 4 bytes will be allocated here. That is the difference between structure and union when it comes to memory allocation and memory management while accessing or while storing data as well. Next, let's see initialization of union variables. Union variables നമുക്ക് രണ്ട് രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം, ഡ്യൂറിങ് കമ്പൈൽ ടൈം ആൻഡ് ഡ്യൂറിങ് റൺ ടൈം. കമ്പൈൽ ടൈമിൽ പിന്നെയും രണ്ട് രീതിയിൽ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ഒന്ന് union variable dot member variable dot member variable equals a particular name or value. ആ രീതിയിലും ഇനിഷ്യലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിന്റെ ഗ്രൂപ്പ് ഇനിഷ്യലൈസേഷൻ പോലെ എന്താണ് യൂണിയൻ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന കേസിലും ഇനിഷ്യലൈസ് ചെയ്യാം. സോ യൂണിയൻസ് മേ ബി ഇനിഷ്യലൈസ്ഡ് വെൻ യൂണിയൻ വേരിയബിൾ ഇസ് ഡിക്ലെയർഡ്. ആ ഒരു സിറ്റുവേഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. It can be initialized only with the value of the data type of the first defined union member. So union നമുക്ക് ഇനിഷ്യലൈസ് യൂണിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് യൂണിയൻ മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാം. Only thing you have to remember is ഈ നമ്മൾ യൂണിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതിലെ ആദ്യത്തെ മെമ്പർ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അതിലേക്ക് മാത്രമേ, ആദ്യത്തെ മെമ്പർ വേരിയബിളിൽ മാത്രമേ ഇനിഷ്യലൈസേഷൻ പോസിബിൾ ആവത്തുള്ളൂ ബൈ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഇനിഷ്യലൈസേഷൻ. സോ യൂണിയൻ ഐറ്റം കോഡ് ഈക്വൽസ് ഇൻസൈഡ് ബ്രാക്കറ്റ് 100. So this is a valid initialization. So what this will do is this will store 100 into code.a. Next, if we thing is union item code equals 3.2442. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവാലിഡ് ഇനിഷ്യലൈസേഷൻ ആണ്. ഇൻവാലിഡ് എന്ന് വെച്ചാൽ ഇത് എറർ ഒന്നും വരത്തില്ല, പക്ഷെ ഇറ്റ് വിൽ ഇവഞ്ച്വലി റിട്ടേൺ ഇൻ സം മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ എറർ. വൈ? ബിക്കോസ് ഞാൻ പറഞ്ഞു യൂണിയൻ ക്യാൻ ബി ഇനിഷ്യലൈസ്ഡ് ഓൺലി വിത്ത് ദി വാല്യൂ ഓഫ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് ദി ഫസ്റ്റ് ഡിഫൈൻഡ് യൂണിയൻ മെമ്പർ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻഡ് യൂണിയൻ മെമ്പർ ഇൻഡിജർ ആണ്. സോ നമുക്ക് എയിൽ ആയിട്ട് മാത്രമേ ഇനിഷ്യലൈസേഷൻ നടക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് വിൽ ഡു ഈസ് കമ്പൈലർ വിൽ ഡു സംതിങ് കോൾഡ് ആസ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. സോ ഈ ഫ്ലോട്ടിംഗ് പോയിന്റിനെ അത് ഇൻഡിജർ ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തിട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഡെസിമൽ പാർട്ട് ഡിസ്കാർഡഡ് ആവും. ഓൺലി എന്താണ് ന്യൂമറിക്കൽ പാർട്ട്, അതായത് നോൺ ഡെസിമൽ പാർട്ട്, ഹോൾ പാർട്ട് മാത്രമേ സ്റ്റോർ ആകത്തുള്ളൂ. ലെറ്റ് us see the various type of initializations by using another sample program. Okay, so before that ഒരു രീതിയിൽ കൂടെ നമുക്ക് ഇനിഷ്യലൈസേഷൻ നടത്താം. ഈസ് directly accessing the union members. For accessing the union members, syntax is same of that of accessing structure members.
So syntax is union variable dot member variable. Here code dot a equals 10, code dot b equals 3.1415. Here code dot a equals 10 means കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ യൂണിയൻ വേരിയബിൾ യൂസ് ചെയ്ത് എയെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് ആ എയിൽ 10 സ്റ്റോർ ചെയ്യും. കോഡ് ഡോട്ട് ബി ഈക്വൽസ് 3.1415 എന്നൊക്കെ പറഞ്ഞാൽ കോഡ് എന്ന് പറയുന്ന യൂണിയൻ വേരിയബിൾ യൂസ് ചെയ്ത് ബി എന്ന് പറയുന്ന മെമ്പർ വേരിയബിളിനെ ആക്സസ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് വേരിയബിളിലേക്ക് 3.1415 will be stored. Now let us see another sample program in which നമുക്ക് ഈ ലാസ്റ്റ് 2 സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഹിയർ I have defined a union item with int a, float b and char c as the member variables. ഞാൻ ഇവിടെ ഒരു ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നു as item union item code equals 100. Okay. ഇനി I am printing code.a and I am printing code.b. Code.a is %d, code.b is %f. Let us see what the output is. Compile and run. Code.a is 100, code.b is 0. See, that is the difference. നമ്മൾ ഇവിടെ 100 എന്ന് സ്റ്റോർ ചെയ്തത് എയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ബീങ് സ്റ്റോർഡ് ആസ് എൻ ഇൻഡിജർ നോട്ട് ആസ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഓക്കെ, അതുകൊണ്ടാണ് കോഡ് ഡോട്ട് എ ഐ ഗോട്ട് ദി റെസ്പോൺസ് ആസ് 100 ഇറ്റ്സെൽഫ്, കാരണം 100 ആണ് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വേറാസ് കോഡ് ഡോട്ട് ബി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യാത്തത് കൊണ്ട് ഇത് കോഡ് ഡോട്ട് ബി ഞാൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ 0 ബിക്കോസ് the item which has been stored is 100 and it is of type integer. Floating point ഞാൻ സ്റ്റോർ ചെയ്തിട്ടില്ല. സോ ഇവിടെ മെമ്മറി അലൊക്കേഷൻ വരുന്നത് 2 ബൈറ്റ്സ് 4 ബൈറ്റ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ബൈറ്റിൽ മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ റിട്ടേൺ 0. ഇനി നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം. I am defining code.b equals 3.1415. Then I am printing code.b. ഈ കേസിൽ if I compile and run, see, initially the union variable code was initialized with 100. ഈ initialization വരുമ്പോൾ ഈ 100 എന്ന് പറയുന്നത് ആദ്യത്തെ മെമ്പർ വേരിയബിളിലേക്ക് ഇനീഷ്യലൈസ് ആവുന്നത്. സോ ഇൻ ഇഫക്റ്റ് ഈ സെന്റൻസ് എന്ന് പറയുന്നത് is equivalent to code dot a equals 100. അത് തന്നെയാണ്. സോ നമ്മൾ code dot a പ്രിന്റ് ചെയ്യുമ്പോൾ it will return 100. No issues. Then I define code dot b equals, just a moment, random side by side ആയിട്ട് കാണിക്കാം. So it will be much more easier for you. Code dot b equals 3.1415. Then I am printing code dot b. So now code dot b is 3.1415. നേരത്തെ നമ്മൾ code dot a equal to 100 എന്ന് മാത്രമേ ഇനിഷ്യലൈസ് ചെയ്തിരുന്നുള്ളൂ. അതുകൊണ്ടാണ് code dot b 0 എന്ന് വന്നത്. ബിക്കോസ് അവിടെ അലൊക്കേഷൻ 2 ഡാറ്റ ബൈറ്റ്സിലേക്ക് മാത്രമായിരുന്നു. നമ്മൾ ഇവിടെ code dot b equals 3.1415 എന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻ ടു us, ഐറ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്ന യൂണിയൻ വേരിയബിളിൽ അലൊക്കേറ്റ് ചെയ്തേക്കുന്ന സ്പേസിലേക്ക് 100നെ 3.1415 വെച്ച് ഓവർ റൈറ്റ് ചെയ്യും. അതായത് വൺസ് ദിസ് ലൈൻ ഈസ് എക്സിക്യൂട്ടഡ് ദി മെമ്മറി ഡസ് നോട്ട് കണ്ടെയ്ൻ ദ വാല്യൂ 100 എനിമോർ. അതായത് വൺസ് ദിസ് കോഡ് ഡോട്ട് ബി ഈക്വൽസ് 3.1415 ഈസ് എക്സിക്യൂട്ടഡ്, നമുക്ക് ആദ്യം കോഡ് ഡോട്ട് എയിൽ 100 സ്റ്റോർ ആയിരുന്നല്ലോ, അതിന് ഓവർ റൈറ്റ് ചെയ്യപ്പെടും വിത്ത് വാല്യൂ 3.1415. സ്ട്രക്ചറൽ ആണെന്നുണ്ടെങ്കിൽ 100ഉം സ്റ്റോർ ചെയ്യും 3.1415 സ്റ്റോർ ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ 100 ഡിസ്കാർഡ് ചെയ്ത് 3.1415 എന്ന വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. സോ അത് സത്യമാണോ എന്നറിയാൻ ലെറ്റ് us go for printing code.a also. Execute, compile and run.
See, initially code.a was 100. No issues. Then I implemented that sentence or statement code.b equals 3.1415. So what actually happened was, let me show it in a document. Initially, under the union variable code, I have defined code.a as 100. So if I print code.a, it will give 100. Okay, so initially under the union variable code, I have initialized union item code equals 100 means I am indirectly initializing code.a as 100 and I am printing code.a. That means whatever the values there in code.a, it will be printed, no issues. Then I am defining code.b equals 3.1415. So what will happen is, this will be overwritten with code.b equals 3.1415. So now എന്താണ് ഈ ഒരു കോഡ് എ എന്ന് പറയുന്ന ഓൾറെഡി എ സ്റ്റോർ ആയിരിക്കുന്ന വാല്യൂ വേരിയബിളിന്റെ ലൊക്കേഷനിലേക്ക് ബി വെച്ച് ഓവർ റൈറ്റ് ചെയ്യപ്പെടും. സോ നൗ ദി മെമ്മറി ലൊക്കേഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ ദ വാല്യൂ ഓഫ് എ ബട്ട് ഇറ്റ് കണ്ടെയ്ൻസ് ദ വാല്യൂ ഓഫ് ബി. സോ നൗ ഇഫ് ഐ പ്രിന്റ് code.b as float, 3.141500 will be printed. Now again if I am printing code.a as %d, then it will print some junk value because already 3.1415 എന്ന് പറയുന്ന floating point ന്റെ corresponding binary value ആണ് code എന്ന് പറയുന്ന യൂണിയൻ വേരിയബിളിന്റെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആയിരിക്കുന്നത്. സോ ആ വേരിയബിളിനെ എടുത്തിട്ട് നമ്മൾ we have a binary equivalent of a decimal value or a floating point value. അതിനെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജങ്ക് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ 3.1415 എന്ന് പറയുന്ന 100 എന്ന് പറയുന്ന വാല്യൂവിന്റെ ബൈനറി ഈക്വലന്റ് ആയിരിക്കും ഇപ്പോൾ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് code.b equals 3.1415 വരുന്നത്. സോ once this is executed, code.a equals 100 will be overwritten with code.b equals 3. അതായത് ഇത് ഇനി നിലനിൽപ്പില്ല. This is gone. Now the memory contains code.b equals 3.1. അതായത് memory now contains 3.1415. അതുകൊണ്ട് തന്നെ if I try to print code.a again, ഈ 3.1415ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ബൈനറി വാല്യൂ ആയിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ആകുന്നത്. അതിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കാണിക്കും. സോ ദിസ് വിൽ റിസൾട്ട് ഇൻ എ ജങ്ക് വാല്യൂ. സോ ദി തിങ് യു നീഡ് ടു റിമെമ്പർ ഈസ്, ഏത് മെമ്പർ ഫംഗ്ഷൻ ആയാലും ഇൻ കേസ് ഓഫ് എ യൂണിയൻ ഇറ്റ് വിൽ ബി അലൊക്കേറ്റഡ് ദ സെയിം സെയിം അഡ്രസ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിലെ പോലെ മൾട്ടിപ്പിൾ മെമ്പർ ഫംഗ്ഷൻസിൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഓഫ് എ യൂണിയൻ you cannot store data in simultaneously in multiple member functions. Only one member function can be accessed. Only one member function we can store data. അത് ഏത് വേണമെന്നുള്ളത് it's entirely up to you. ഇപ്പോൾ നിങ്ങൾക്ക് എയിലും ബിയിലും ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ you have to go for two variables. One is code and second one is code 1, and here you are writing code.a equals 100. Next one you can write code 1.b. Now ഇവിടെ code 1, and if I execute this now, see now code.a അതായത് കോഡിൽ നമ്മൾ a equal to 100 എന്നാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്.
അത് എവിടെയൊക്കെ പോയി നോക്കിയാലും ആ സെയിം എക്സിക്യൂഷൻ സൈക്കിളിനകത്ത് A will be 100. Whereas B is accessed by using another union variable named as code 1. Code 1 and code രണ്ട് യൂണിയൻ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് രണ്ട് മെമ്പേഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് യൂണിയൻ വേരിയബിൾസ് യൂസ് ചെയ്താണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ദ തിങ് യു നീഡ് ടു റിമെമ്പർ ഈസ് സ്ട്രക്ചറിന്റെ കേസിൽ ഒരേ സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ട് മൾട്ടിപ്പിൾ മെമ്പർ വേരിയബിൾസിനെ നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ മെമ്പർ വേരിയബിൾസിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് എ യൂണിയൻ ഒരു യൂണിയൻ വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ മെമ്പർ ഫംഗ്ഷനിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഡേറ്റ സ്റ്റോറേജ് പോസിബിൾ ആയിരിക്കത്തുള്ളൂ. സോ ദിസ് യു നീഡ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. സോ ഇനി ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അറേ ഓഫ് യൂണിയൻസ്, യൂണിയൻ വിത്തിൻ എ യൂണിയൻ. ആ കേസസും കൺസെപ്റ്റ്സും എല്ലാം ഈ സിമിലർ ടു ദാറ്റ് ഓഫ് സ്ട്രക്ചർ. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. സോ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അറേ ഓഫ് സ്ട്രക്ചേഴ്സ്, സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ, ഹൗ ടു പാസ് ഫങ്ഷൻസ്, സ്ട്രക്ചർ ഇൻ ടു ഫങ്ഷൻസ്, ആ കേസ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയാമെങ്കിൽ യൂണിയനും അത് ആ സിറ്റുവേഷൻസിൽ സെയിം രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓൺലി തിങ് യു നീഡ് ടു റിമെമ്പർ ഈസ് ഇൻ കേസ് ഓഫ് എ സ്ട്രക്ചർ യു ക്യാൻ സ്റ്റോർ ഡേറ്റ സൈമൾട്ടേനിയസ്ലി ഇൻ all member variables, whereas in case of union you can effectively store data in only one member variable. 50 member variables നിങ്ങൾക്ക് യൂണിയനിൽ ഡിഫൈൻ ചെയ്യാം, പക്ഷെ അറ്റ് എ ടൈം ഒരു മെമ്പർ വേരിയബിളിലെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. സോ ഇതോടുകൂടി നമ്മുടെ യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ലെക്ചേഴ്സ് എൻഡ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Please do connect to me if you have any doubts regarding the same. See you later. Bye bye.